നമസ്കാരം. പലതരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പാതിവില തട്ടിപ്പും അതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമൊക്കെ ഭയത്തോടെയാണ് കേരളക്കര കണ്ടത്. അധികാരങ്ങളിലുള്ളവർ തന്നെ അഴിമതികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ ജനങ്ങൾ പിന്നെ ആരെ വിശ്വസിക്കുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ. എന്നാൽ ഈ സംഭവത്തിൽ തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പാതിവില തട്ടിപ്പിൽ കൂടുതലും കോൺഗ്രസ് നേതാക്കളാണോ ഉള്ളതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സംസ്ഥാനം ഞെട്ടിയ പാതിവില തട്ടിപ്പ് കേസിൽ കുമിളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ ഷീബ സുരേഷിന്റെ വീട് ഇഡി സീൽ ചെയ്തു എന്നാണ് വിവരം. 3 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. നിലവിൽ തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും ഷീബ സുരേഷിനെതിരെ വണ്ടൻമേട് പോലീസിൽ സീഡ് കോർഡിനേറ്റർമാർ പരാതി നൽകിയിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രവർത്തിച്ചിരുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് ഷീബ. അനന്തകൃഷ്ണനുമായി ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്നടക്കം ഇഡി പരിശോധിക്കും. അതേസമയം കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന്റെ പാതിവില പദ്ധതിയിൽ വളം മുതൽ ഇരുചക്ര വാഹനം വരെയുണ്ട്. അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് 1000 കോടി രൂപ കടക്കുമെന്നാണ് പോലീസ് നിഗമനം. 2019 ഇടുക്കിയിൽ പാതിവിലയ്ക്ക് ഏലം കർഷകർക്ക് കാർഷിക ഉപകരണങ്ങളും വളവും നൽകിയാണ് പദ്ധതിയുടെ പരിഷ്കരണ തുടക്കം. ശേഷിക്കുന്ന പണം കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹിക സുരക്ഷാ നിധിയാണെന്നാണ് അന്നും പറഞ്ഞിരുന്നത്. ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ച് പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനം, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. വരുത്താൻ വേണ്ടി മന്ത്രിമാരും MLA-മാരും അടക്കമുള്ള ജനപ്രതിനിധികളെയും ഉപയോഗപ്പെടുത്തി. വിതരണ ഉദ്ഘാടനത്തിൽ ജനപ്രതിനിധികൾ എത്തിയതോടെ തട്ടിപ്പിന് കൂടുതൽ ആധികാരികതയും കൈവന്നു. പദ്ധതിക്ക് ജനപ്രീതി ലഭിച്ചതോടെ ജനപ്രതിനിധികളും മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും സോഷ്യോ എക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി രൂപീകരിച്ചു. ഭാരവാഹികളായി രാഷ്ട്രീയ നേതാക്കളെയും പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ഇങ്ങനെയായിരുന്നു തട്ടിപ്പ്. സാധാരണ സ്ത്രീകളുടെയും കുടുംബാംഗങ്ങളുടെയും ഉന്നമനം എന്ന പേരിലാണ് പാതിവില പദ്ധതിക്ക് ആദ്യഘട്ടം പ്രചാരണം കൊടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന മട്ടിലും പ്രചാരണം ഉണ്ടായി. നാഷണൽ NGO ഫെഡറേഷൻ എന്ന പേരും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചു. CSR പണം എന്താണെന്ന് പോലും അറിയാത്ത സാധാരണക്കാർ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് വന്നപ്പോൾ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ പകുതി പണം നൽകുമെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്. പരിചയക്കാരെ സംഘാടകരായി കണ്ടതോടെ സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും ചിട്ടി പിടിച്ചും പലരും പണം കൊടുത്തു. വിവിധ സഹകരണ സംഘങ്ങളുമായും സംഘടനകളുമായും സഹകരിച്ചതോടെ പദ്ധതി കൂടുതൽ ജനകീയമായി. അതേസമയം 2 ദിവസം മുൻപ് പാതിവില തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ കോളപ്രയിലെ ഓഫീസിലും വീട്ടിലും ഇഡി സംഘം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിലെ പല ഉന്നതരുടെയും ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.